പശ്ചിമേഷ്യൻ യുദ്ധപ്രതിസന്ധിയിലും രാജ്യത്ത് റെക്കോർഡ് GST വരുമാനം 2.43 ലക്ഷം കോടി രൂപയാണ് ഏപ്രിൽ മാസത്തെ GST വരുമാനം. കഴിഞ്ഞ ഏപ്രിലിനെ അപേക്ഷിച്ച് 8.7% വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കരുത്താണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, മറ്റ് പല രാജ്യങ്ങളും ഈ യുദ്ധപശ്ചാത്തലത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് ഭാരതത്തിലെ ഈ പറയുന്ന രീതിയിൽ GST വരുമാനമടക്കം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആഭ്യന്തര തലത്തിലുള്ള വ്യാപാരം, കച്ചവടം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ വളരെ സജീവമായി നിലനിൽക്കുന്നു എന്ന് തന്നെയല്ലേ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്? പ്രജിത്ത്, ഇന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് ഈ GST വരുമാനത്തിൽ രാജ്യത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നത്. അതായത് ഏപ്രിൽ മാസത്തിലെ മൊത്തം GST വരുമാനം 2.43 ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. മുൻ വർഷത്തെ കാലയളവിൽ ഇത് 2.23 ലക്ഷം കോടി രൂപയാണ്. അതായത് 8.7% വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റീഫണ്ട് കഴിഞ്ഞുള്ള അറ്റ വരുമാനം, അതായത് നെറ്റ് GST കളക്ഷൻ ഏതാണ്ട് 2.11 ലക്ഷം കോടി രൂപയാണ്. മുൻവർഷത്തേക്കാൾ ഇത് 7.3 കോടി രൂപയുടെ വർധനവാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇറക്കുമതി വഴിയുള്ള വരുമാനമാണ് ഈ മൊത്തം GST വരുമാനത്തിൽ ഒരു വർധനവുണ്ടാകാൻ ഇടയാക്കിയിരിക്കുന്നത്. ഇറക്കുമതി വഴിയുള്ള മൊത്തം GST പിരിവ് ഏതാണ്ട് 25.8% വർദ്ധിച്ചു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 57,580 കോടി രൂപയാണ് ഈ 25.8% എന്ന് പറയുന്നത്. അതേസമയം ആഭ്യന്തര GST പിരിവിൽ ഏതാണ്ട് 4.3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 1.85 ലക്ഷം രൂപയാണ് ഈ ആഭ്യന്തര വർധനവ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും നോക്കിക്കാണേണ്ടത് ഇറക്കുമതി വരുമാനത്തിലുണ്ടായ വർധനവാണ്. ഈ 2025-26 സാമ്പത്തിക വർഷത്തിൽ മൊത്തം 8.3% വർധനവാണ്. അതായത് 22.27 ലക്ഷം കോടി രൂപയായിട്ടാണ് ഈ GST വരുമാനം വർദ്ധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അറ്റ വരുമാനം 7.1%, അതായത് 19.34 ലക്ഷം കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര, അതേപോലെ തന്നെ കർണാടക, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് ഈ GST വരുമാനം നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത്. നന്ദൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അടുത്തിടെ നമ്മൾ ഈ ചില വ്യാപാര കരാറുകളുടെയൊക്കെ പശ്ചാത്തലം അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഭാരതം ഈ GSTയിൽ വലിയ രീതിയിലുള്ള ഇളവുകൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ 40% നിന്നും പല ഉൽപ്പന്നങ്ങളും 18% ഒക്കെ കുറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ GST കേന്ദ്ര സർക്കാർ പല ഉൽപ്പന്നങ്ങൾക്കും കുറച്ചപ്പോൾ തന്നെ വിപണിയിൽ വലിയ രീതിയിലുള്ള ഒരു ഉണർവ് കണ്ടു എന്നുള്ളത് കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വാഹന വിപണിയിലടക്കം വലിയ രീതിയിലുള്ള വ്യാപാരം തുടരുന്നതായി കാണുന്നു. കൂടുതൽ വാഹനങ്ങൾ വിറ്റഴിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ മൊത്തത്തിൽ GSTയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റം വരുന്ന നാളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അല്ലേ നന്ദൻ? ആഗോള വിപണിയിൽ വലിയ തകർച്ച നേരിടുന്ന ഈ സാഹചര്യത്തിലും ഭാരതത്തിൻ്റെ ആഭ്യന്തര വിപണി വളരെ സജീവമാണെന്നും അത് വളരെ സുരക്ഷിതമാണെന്നും ഭദ്രമാണെന്നുമാണ് ഈ GST വരുമാനത്തിലുണ്ടായ ഈ കുതിച്ചുചാട്ടം സൂചിപ്പിക്കുന്നത്. ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പരിശോധിക്കുമ്പോൾ ഈ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തെക്കാൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ആഭ്യന്തര വിതരണത്തിലേക്കാളൊക്കെ തന്നെ ലഭിച്ച GST വരുമാനത്തെക്കാൾ കൂടുതൽ ഇറക്കുമതി GSTയിലുണ്ടായ വരുമാനമാണ്. 25.8% ഇറക്കുമതിയിൽ ഭാരതത്തിന് വർധന ഉണ്ടായത്. നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ നേരത്തെ പ്രഖ്യാപിച്ച കിഴിവുകൾ, GST സ്ലാബുകളിൽ പ്രഖ്യാപിച്ച കിഴിവുകൾ, അത് ആഭ്യന്തര വിപണനത്തെ കൂടുതലായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആഭ്യന്തര വിപണനം വളരെ സജീവമായി തന്നെ നടക്കുന്നു. എങ്കിലും ഇന്നിപ്പോൾ പുറത്തുവിട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഭാരതത്തിൻ്റെ ഇറക്കുമതി GSTയിലുണ്ടായ വലിയ വർധനവാണ് ഈ റെക്കോർഡ് വരുമാനത്തിലേക്ക് GSTയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ ഇടയാക്കിയത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്.